വേർപെടുമ്പോൾ, ഡിവോഴ്സ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ യൂണിറ്റ് സംഘടനം ഉണ്ടാകും. ഒരമ്മ ഒരു കുഞ്ഞിന് പ്രസവാറയിൽ ജന്മം നൽകി കഴിയുമ്പോൾ അമ്മയുടെ ഹൃദയത്തിൽ 40 യൂണിറ്റ് സംഘടനം ഉണ്ടാകാം. പോരാ, ഒരാളുടെ പുതിയ വീട് വയ്ക്കാൻ ഇറങ്ങി, വീടിന്റെ പണി തീരുമ്പോ 25 യൂണിറ്റ് സംഘടനം ഉണ്ടാകാം. എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ബന്ധുവിന്റെ മരണവാർത്തയിൽ 100 യൂണിറ്റ്, ഡിവോഴ്സ് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ 70 യൂണിറ്റ്. ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ പ്രസവാറയിൽ ഉണ്ടാകുന്ന ആ സംഘട്ടനം 40 യൂണിറ്റ്. ഒരാളൊരു പുതിയ വീട് വയ്ക്കാൻ പുറപ്പെട്ടു, വീടിന്റെ പണി തീരുമ്പോൾ ഏതാണ്ട് 25 യൂണിറ്റ്. എന്നാൽ ഡോക്ടർ തോമസ് ഹോംസ് ഒരടിക്കുറിപ്പ് എഴുതിയത് ഇങ്ങനെയാണ്: 300 യൂണിറ്റ് കൂടുതൽ സംഘട്ടനം ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നുകൂടാ. വന്നാൽ അവൻ മുഴുപ്രാന്തനായി പോകും. നമ്മൾ പറയല്ലോ അവൻ അരവട്ട, അപ്പൊ ഏണ്ട് 70 യൂണിറ്റോളം ആയി. ചിലർ പറയല്ലോ അവന് കാപ്രാന്ത, അപ്പൊ ഏതാണ്ട് 25 യൂണിറ്റ് ആയി. അവന് മുക്കാപ്രാന്ത, അവന് മുഴുവട്ട എന്നൊക്കെ പറയുന്ന ശരിയാ. ഈ വട്ടന്മാരെ ഈ ലോകത്തുള്ള എല്ലാം ശ്രദ്ധിക്കണേ. സംഘട്ടനങ്ങൾ എന്ന ഡോക്ടർ തോമസ് ഹോംസ് പറയാ, 300 യൂണിറ്റ് കൂടുതൽ സംഘട്ടനം ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ അവൻ മുഴുപ്രാന്തനായി തീരും. ഇവിടെയാ ദൈവമക്കൾ സ്തോത്രം ചെയ്യേണ്ടത്. ചില സന്ദർഭത്തിൽ 300-മല്ല 3000-മല്ല സംഘട്ടനങ്ങൾ മനുഷ്യ ഹൃദയത്തിലേക്ക് വരുന്നത്. എന്താ നീ പ്രാന്തിയാകാഞ്ഞത്? എന്താ നീ പ്രാന്തനാകാഞ്ഞത്? ഹല്ലേലൂയ! ഇത്ര ക്ഷണ ഓപ്പറേഷൻ നടക്കുന്നൊരിടം ദൈവസന്നിധി അല്ലാതെ വേറൊരിടമില്ല. ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടെ, കണ്ണുനീരോടെ നീ ഓടി ദൈവത്തിലേക്ക് വരുന്നു. അവിടെ വന്നൊരു പാട്ട്, ഒരു പ്രാർത്ഥന, ഒരു ആരാധന, ഒരു വചനധ്യാനം, നിമിഷ നേരം കൊണ്ട് എന്റെ കർത്താവ് ദുഃഖമുള്ള, വേദനയുള്ള, രോഗമുള്ള ആ ഹൃദയം കട്ടിയങ്ങോട്ട് മാറ്റിയിട്ട് സമാധാനമുള്ള, സന്തോഷമുള്ള, ആരോഗ്യമുള്ള ഹൃദയം ഫിറ്റ് ചെയ്ത നമ്മ യോഗത്തിൽ നിന്ന് അയക്കുന്നത് കേട്ടോ. ഒരല്ലേലിയ പറയാ. ഞാനൊരിക്കൽ പത്രത്തിൽ വായിച്ചു, ഒരാളുടെ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ എറണാകുളത്ത് നടന്നു. 9 മണിക്കൂർ കൊണ്ടാ ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റി, കട്ട പിടിച്ച് രക്തം മാറ്റിയെന്ന്. 9 മണിക്കൂറും വേണ്ട, 1 മണിക്കൂർ വേണ്ട. ഒരു നിമിഷം കൊണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു നിമിഷം കൊണ്ട് നിന്നെ ചൈതന്യപ്പെടുത്തുവാൻ, ഒരു നിമിഷം കൊണ്ട് നിന്റെ ദുഃഖ ഹൃദയത്തെ മാറ്റിയിട്ട് പ്രത്യാശയുള്ള, ധൈര്യമുള്ള, വിശ്വാസമുള്ള ഒരു ഹൃദയം ഫിറ്റ് ചെയ്യുവാൻ എന്റെ യേശുവിന്റെ മുറിവേറ്റ കരത്തിന് കഴിയുമെന്നുള്ളവർ ആ കരം അടിച്ച് ദൈവത്തിന് ഒരു സ്തോത്രകരേറ്റ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമാതിൽ തന്നോ നീ കൃപാദാനം എന്നും ജീവിച്ചിടുവാൻ നിന്നാ ശക്തിയാലെ നിത്യം നടത്തണമേ. നിന്നാത്മ ശക്തിയാലെ നിത്യം നടത്തണമേ. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വെടിഞ്ഞു. ഹല്ലേലൂയ. വേദനയുള്ള, ദുഃഖമുള്ള, സങ്കടമുള്ള ഹൃദയത്തിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ജീവന്റെ വചനം, അത് ആത്മാവിന് സന്ധി വച്ചവര് തുളച്ച ദൈവത്തിന്റെ വചനം, നിന്റെ ഹൃദയത്തിന്റെ ചിന്തനങ്ങളും ഭാവങ്ങളും വിവേചിക്കുന്ന വചനം ഇന്ന് രാത്രി ഒരു ശസ്ത്രക്രിയ നടത്തും എന്ന കൃപയിൽ വിശ്വസിക്കുക. ആമേൻ. ഇത്ര ക്ഷണം ഞാൻ പാർക്കുന്ന ചെങ്ങന്നൂരിൽ ചില കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ തൂങ്ങിച്ചാകുവാൻ മരത്തിൽ കയറ് കെട്ടി, രാത്രിയില്ല,
അടുത്ത മൈക്കിനകത്തൂടെ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു കൺവെൻഷൻ. അപ്പൊ ആളുകൾ അതിലെ വരും, വഴിത്താരയാ. അതുകൊണ്ട് കൺവെൻഷൻ കഴിഞ്ഞ ആളുകൾ പോയിട്ട് തൂങ്ങാം എന്ന ആഗ്രഹത്തിൽ മരത്തിൽ കയറുകെട്ടി ആ മരത്തിന്റെ മൂട്ടിൽ ആ ചെറുപ്പക്കാരനിരുന്നു. ആ മൈക്കിനകത്തൂടെ കേട്ട വചനത്തിന്റെ ശബ്ദം അദ്ദേഹത്തെ പതുക്കെ പതുക്കെ ആ കൺവെൻഷൻ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ പ്രസംഗിയൻ പ്രസംഗിച്ച് തീർന്നു ചോദിച്ചു, ആർക്കു വേണം യേശുവിനെ? നിന്റെ ആത്മഹത്യയുടെ വാക്കിൽ നിന്നും നിന്നെ മാറ്റുവാൻ കഴിവുള്ള യേശു ജീവിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കൈ ഉയർത്തിക്കൊണ്ട് യേശുവിനെ എനിക്ക് വേണമേ. ഈ കറുത്ത ബൈൻഡിട്ട് ഈ പുസ്തകം എടുപ്പിച്ചതാ കൊലക്കയറ് കെട്ടിയവനെ വേദപുസ്തകം എടുപ്പിച്ച സുവിശേഷം. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടുമില്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ വചനം നിന്റെ അകത്ത് ക്രിയ ചെയ്യുന്നെങ്കിൽ സ്തോത്രം പറയാൻ മറന്നു പോകരുത്, ദൈവത്തെ സ്തുതിക്കാൻ മറന്നു പോകരുത്. മുഖാമുഖമല്ല, ഒരു ഗൂഗിൾ മീറ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും ഈ വചനം കേട്ട് ചൈതന്യം പ്രാപിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ മറക്കരുത്. ചിലരൊക്കെ നോക്കിയിരിക്കുന്നു കണ്ട് എനിക്ക് പേടി വരുന്നുണ്ട്, വല്ലാണ്ട് ഭീകരമായി നോക്കുന്ന പോലെ. അതോ നിങ്ങളുടെ മുഖം ഇങ്ങനെയാണോ? ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരുന്നാട്ടെ. സ്തോത്രം. കണ്ണടച്ചാരി യോഗം കേൾക്കുകയും സ്തോത്രം. ചിലർക്ക് ചർച്ചയിൽ വന്നിരുന്നാലും മോർച്ചയുടെ വാതിക്കെ പോയിരുന്നാലും ഒരേ മുഖമാണ്, വ്യത്യാസമൊന്നുമില്ല. അവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ചാകാറായ ശേഷിപ്പുകൾ. കണ്ണൂടെ തിരുമ്മി അടച്ചാൽ മതി, ബാക്കിയെല്ലാം റെഡിയാ, യോഗത്തിന് വന്നിരിക്കുക. കരവേർത്തരല്ലേ പറഞ്ഞാൽ. സുവിശേഷം മരണം മാറ്റി ജീവനും അക്ഷരം വെളിപ്പെടുത്തുന്നതാണ്. ആ ഒരു ആത്മചൈതന്യം നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ കാണുമ്പോഴാ, ആ ഒരു മുഖമൊക്കെ കാണുമ്പോഴാ ഈ പ്രസംഗിക്കുന്നവർക്ക് ഒരു പ്രസംഗം വരുന്നു. അല്ലെ വെറും റേഡിയോ പ്രസംഗം പോലിരിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാത്രിയിൽ ആർപ്പിച്ചത് മനസ്സിന്റെ സംഘട്ടനം. 1969 ആദ്യമായി ബഹിരാകാശ സഞ്ചാരികൾ ഈ ബഹിരാകാശത്ത് പോകുന്നു. ആദ്യം ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് പേടകമയച്ച റഷ്യ. പോസ്റ്റോക്ക് 1 എന്ന് പറയുന്ന ഒരു ബഹിരാകാശ പേടകം, 2.25 ടൺ ഭാരം വരുന്ന. അലക്സൈ യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ഒരു വൈമാനികൻ ആദ്യമായി ആകാശത്തിൽ പറന്നുയർന്ന 1 മണിക്കൂർ 40 താൻ ഈ അന്തരീക്ഷത്തിൽ സമയം കഴിച്ചു. ഭൂമിയിൽ നിന്ന് 301 കിലോമീറ്റർ ഉയർന്നു അവിടെ 1 മണിക്കൂർ 48 മിനിറ്റും സമയം ചെലവഴിച്ചത്. ഭൂമിയിൽ ആ പേടകം ഇറങ്ങി ഒരു പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചു. നാട്ടുകാർ ചോദിച്ചു, സർ ഈ 1 മണിക്കൂറും 48 മിനിറ്റും അങ്ങ് അവിടെ എന്ത് ചെയ്യായിരുന്നു? പറഞ്ഞേ, ആ നാസ്തികൻ പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ അവിടെ ചെന്ന് ദൈവം അവിടെ ഇരിക്കുന്നെന്ന് തിരയാണ്. ഞാൻ അവിടെ കണ്ടില്ല. എല്ലാവരും മേലോട്ട് നോക്കിയാ പ്രാർത്ഥിക്കുന്നു. മേലിലെവിടെയെങ്കിലും ഇപ്പോണ്ടോ നോക്കി, ഞാൻ കണ്ടില്ല. അങ്ങനൊന്നും അവിടെ ഒരു ദൈവം ഇല്ല. നാസ്തിക ലോകം കൈയടിച്ചു. സൺഡേ സ്കൂൾ പഠിച്ചൊരു കുഞ്ഞ് ആ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു, സാർ അങ്ങ് പറഞ്ഞത് ശരിയാണ്. സൺഡേ സ്കൂളിൽ സാർ എന്നെ പഠിപ്പിച്ചു, ഹൃദയ ശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. അല്ലാത്തവൻ ദൈവത്തിന്റെ അടുത്ത് പോയിരുന്നാലും കാണുകയില്ല. ഈ ആക്ഷേപത്തിന് മറുപടി കൊടുത്തുകൊണ്ട് 1971 അമേരിക്ക ചന്ദ്രപേടകമയച്ചു. ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾട്രിൻ, മൈക്കൽ കോളിൻ എന്ന് പറയുന്ന 3 വൈമാനികർ ഇവിടെ നിന്നും ചന്ദ്രനിൽ പോയി. നീൽ ആംസ്ട്രോങ്
എഡ്വേർഡ് ആൽട്രിൻ, ഇവർ രണ്ടുപേരും മാത്രമാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. മൈക്കൽ കോളിന്റെ ജോലി ചന്ദ്രപേടകം ചന്ദ്രന് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് ഭൂമിയിലോട്ട് പോരാ ഓർഡർ. നീൽ ആംസ്ട്രോങ് 38 വയസ്സുള്ളവൻ ചന്ദ്രപേടകത്തിൽ ചെന്നിറങ്ങി, ചന്ദ്രനിലേക്ക് ചവിട്ടി ഇറങ്ങി. അദ്ദേഹം അമേരിക്കയുടെ കൊടി അവിടെ സ്ഥാപിച്ചു. കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദനം ചെയ്തിട്ട് തന്റെ നീളമുള്ള ജുബായുടെ ആ പ്രത്യേക ചന്ദ്രപേടകത്തിൽ സഞ്ചരിച്ച ആ വസ്ത്രത്തിന്റെ ഉടുപ്പിന്റെ ആ പോക്കറ്റിൽ കിടന്ന ഒരു സാധനം എടുത്തു. അത് ബൈബിളായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഉറക്കെ വായിച്ചു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. ചന്ദ്രനിൽ മുഴങ്ങിക്കിടക്കുന്ന ആദ്യത്തെ ശബ്ദം ബൈബിളാണെന്ന് ഓർത്തോണം. ഒരു ദൈവവൈതൽ വായിച്ച വചനമാ. ആ വചനം ഇന്നും അതിന് അന്തരിച്ച് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവമില്ലാത്തവൻ എവിടെ പോയിരുന്നാൽ ദൈവത്തെ കാണുകയല്ല. പക്ഷേ ഏത് പത്മോസിൽ പോയി കിടക്കേണ്ടി വന്നാലും ദൈവമുള്ളവരെ തേടി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആംസ്ട്രോങ്ങും ആൽട്രിനും അവിടെ ചെന്നിറങ്ങി. 1000 കമ്പ്യൂട്ടറുകൾ ഭൂമിയിൽ അവരെ വീക്ഷിക്കുവാൻ. അതിന്റെ എല്ലാ സാഹചര്യങ്ങളും പറയുന്നില്ല. അവരവിടെ ചെന്നിറങ്ങിയപ്പോൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തിന്റെ നെഞ്ചു പിടിപ്പ്, രക്തചംക്രമണം, ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത, ശരീരത്തിന്റെ ഭാരം, ഇതെല്ലാം ഭൂമി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയും, 1971 അമേരിക്ക ഇറങ്ങിയ ആംസ്ട്രോങ്ങിന്റെ ശരീരഭാരവും രക്തചംക്രമണവും ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗതയും ഭൂമിയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ അളന്നു പഠിക്കുമ്പോൾ നീൽ ആംസ്ട്രോങ്ങിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുവാൻ ലോകത്തിലൊരു കമ്പ്യൂട്ടറുമില്ല. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ശരീരത്തിന്റെ അവസ്ഥയ്ക്ക് ഏതൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടിയാലും നിന്റെ മനസ്സിന്റെ വേദന അറിവാൻ ലോകത്തിന് കമ്പ്യൂട്ടറുമില്ല. അത് ദൈവത്തിന് മാത്രം. ഇന്ന് രാത്രി ഇത്ര അകലങ്ങൾ ഇരുന്നു കൊണ്ട് ഈ മീഡിയയിലൂടെ വചനം കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുക, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, മനുഷ്യൻ പിരിമുറുക്കത്തിന്റെ വക്കിലാണ്. ഈ പെന്തക്കോസ്തുകാർക്ക് ദൈവം ദീർഘായുസ്സ് തന്നിരിക്കുക, സ്തോത്രം, ആരോഗ്യം തന്നിരിക്കുക. ഇതൊന്നും മെഡിസിന്റെ അല്ല, കഴിക്കുന്ന ഫുഡിന്റെ അല്ല. ദൈവസന്നിധിയിൽ ആരാധിച്ചു ബലപ്പെടുക. ആമേൻ. എന്റെ ജനം ഭക്ഷിച്ച് ആരാധിക്കുവെന്ന ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഗൂഗിൾ മീറ്റിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാറ്റിനും പ്രാർത്ഥന. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എല്ലാറ്റിനും പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പ്രോബ്ലം എല്ലായിടത്തും ഉണ്ട്. പ്രോബ്ലം ഇല്ലാത്തൊരു മനുഷ്യനെ കാണിക്കാമോ? അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും, അത് അച്ഛനായാലും തിരുമേനിയായാലും, അത് രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാര് ഭരണകർത്താക്കളാണെങ്കിലും എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്തൊരു വ്യക്തിയില്ല. എന്ന പ്രശ്ന പരിഹാരം ദൈവസന്നിധി. ഞാൻ 1-2 കാര്യങ്ങൾ വേഗം ഓർപ്പിച്ച് എന്റെ വാക്ക് നിർത്താം. പ്രശ്നമല്ല ഇടത്തുമുണ്ട്, പ്രശ്നത്തിന് പരിഹാരവും. രാജാക്കന്മാർ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഒരു വീട്ടിൽ പ്രശ്നം. എന്താ പ്രശ്നം? വീട്ടിലെ പ്രശ്നം, യഹോഭക്തനായ ഭർത്താവ് മരിച്ചു. ഭാര്യ എലീശ എടുത്തു എന്ന് പറയുന്നു, എന്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഭക്തനാണെങ്കിലും മരിക്കും, അഭക്തനാണെങ്കിലും മരിക്കും. പക്ഷെ പ്രോബ്ലം അതല്ല. കടക്കാർ എന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വരുന്നു. അതായത് ലോണെടുത്ത് മുടങ്ങിയാൽ ബാങ്കുകാർ വന്ന് ജപ്തി എന്ന പോലെ അക്കാലത്തെ ജപ്തിയ ആമ്പിള്ളേരുണ്ടെ പിടിച്ചോണ്ട് പോകും. അടിമ ചന്തയെ കൊണ്ടത് വിറ്റ് അവർ പണം വസൂലാക്കും. ഇതുപോലെ 2 കുഞ്ഞുങ്ങൾ
ഭർത്താവിന്റെ മരണം സംഭവിച്ച ഒരു വലിയ തകർച്ചയിൽ നിൽക്കുമ്പോൾ രണ്ടാൺകുഞ്ഞുങ്ങളെ കൂടെ കടക്കാർ കൊണ്ടുപോകുന്നത് ഒരമ്മയ്ക്ക് സഹിക്കുമോ? ഒരു കുടുംബത്തിന് വഹിക്കുമോ? എലീശ പറഞ്ഞൊരു പദമുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണ. ആ ഒരു ഭരണി എണ്ണ. അതുകൊണ്ട് എന്താ നടക്കാനാ? ഇന്ന് രാത്രിയിൽ ഞാൻ അല്പം കൊണ്ടും അതിശയങ്ങളെ പ്രവർത്തിക്കാൻ, അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. അല്പമാവും അല്പ എണ്ണയും കൊണ്ട് 3.5 കൊല്ലം ഒരു കുടുംബം ഭക്ഷണം കഴിച്ചെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണം ദൈവത്തിന് ദൂതന്മാർ കൊടുത്തപ്പോൾ 40 കൊല്ലം 600,000 നടത്തിയെങ്കിൽ, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തെങ്കിൽ, ആ യേശു ഇന്ന് രാത്രി ജീവിക്കുന്നു. നിന്റെ വിഷയം എന്തായാലും അതിനൊരു വലിയ ദൈവപ്രവൃത്തി അയക്കാൻ ദൈവം ശക്തനോ. നീ വീട്ടിൽ ചെല്ലുക, വെറും പാത്രങ്ങളെ അയൽവക്കത്തുനിന്ന് വാങ്ങുക. നീ നിന്റെ മക്കളും വീട്ടിൽ കിടക്കുക. എന്നിട്ട് വാതിലടച്ച ശേഷം ഈ എണ്ണ പാത്രത്തിലേക്ക് പകരുക. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിൽ ഇരിക്കുന്ന 5 ലിറ്റർ ആണെന്ന് വിചാരിച്ചു. ഒരു 5 ലിറ്റർ എണ്ണ അതൊരു 20 ലിറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ 5 ലിറ്റർ അല്ലാതെ ഒരു തുള്ളിയുടെ ഊറാനില്ല. ഒരു തുള്ളിയുടെ ഊറി വീഴാനില്ല, ഒഴുകി വീഴാനില്ല. പിന്നെ ഒരു തുള്ളിയും കൂടെ വന്നെങ്കിൽ അത് വിശ്വാസം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകാമോ? നിന്റെ ഇല്ലായ്മകൾ, നിന്റെ കഷ്ടങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ പട്ടിണി, നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ അറിയുന്ന ദൈവം ഇന്ന് രാത്രി തന്നെ നിനക്കും എനിക്കും ഒരു പുതിയ ഉറവ തുറക്കുമെന്ന് എത്ര പേർ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യും? നൃത്തം ചെയ്യുന്ന ഒരു സംഗീതക്കാർ ഒരുപോലെ പറയട്ടെ, എന്റെ ഉറവ യഹോവയിലാകും, ദൈവത്തിലാകുന്നു. മരുഭൂമിയുടെ വിരിമാർ കീറി ജലപ്രവാഹത്തെ ഒഴുക്കിയ ദൈവം ഇന്ന് രാത്രി നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ പുതിയൊരു ഉറവ തുറന്ന് നമ്മെ പോഷിപ്പിക്കാൻ നമ്മുടെ ദൈവം ശക്തന. ഇവിടെ അവരൊഴിച്ചു ആ പാത്രത്തിലേക്ക് 5 ലിറ്റർ അല്ലെങ്കിൽ 4 ലിറ്റർ അല്ലെ 1 ലിറ്റർ ആകട്ടെ, അത് ഒഴുകി തീരുവന്ന് ഒരു സയൻസ് പഠിപ്പിക്കണ്ട, ഒരു ശാസ്ത്രവും പഠിപ്പിക്കണ്ട. പക്ഷെ വിശ്വാസം പഠിപ്പിക്കുന്നു. കുഞ്ഞെ, 5 ലിറ്റർ അല്ല, 1 ലിറ്റർ അല്ല, നിന്റെ കയ്യിലുള്ളത് ഇന്ന് പകരാൻ ഒരുങ്ങിയാൽ, നിന്റെ വായടച്ചു വയ്ക്കാതെ ദൈവം തന്നെ കുറയ്ക്കൊത്തവണ്ണം സ്തോത്രം ചെയ്യാൻ ഒരുങ്ങിയാൽ, ദൈവത്തെ സ്തുതിക്കാൻ ഒരുങ്ങിയാൽ, ചില ഉറവകൾ പുതിയത് ചിലത് ദൈവം എനിക്കും നിനക്കും വേണ്ടി ചെയ്യാൻ ശക്തന. അവർ പകർന്നു, പാത്രം നിറച്ചു. ആ എണ്ണ വിറ്റ് ആ കുടുംബത്തിന്റെ കടം വീടുന്നു. എന്റെ ചിന്ത, കുടുംബത്തിന് പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥനയാൽ ദൈവദാസന് പറഞ്ഞു, അതേ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ദൈവസന്നദ്ധിയിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. രണ്ടാമതായി അനർപ്പിക്കാം, ഇതാ ഒരു രാജ്യത്തിന്റെ പ്രോബ്ലം എന്താ? ഇന്നേക്ക് 40 ദിവസം കഴിയുമ്പോൾ നിനവെ പട്ടണം ഭസ്മമാക്കി കളയും, യഹോവ ആകാശം തീയിറക്കി ന്യായവിധി നടത്തുമെന്ന യോനാ പ്രവാചകന്റെ പ്രസംഗം ഒരു വലിയ പ്രോബ്ലം നേട്ടിരിക്കുക. ആ പ്രസംഗത്തിന് നന്നായി പരിവർത്തിക്കാൻ കഴിയും. നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ ദൈവത്തിന് പ്രസാദമായാൽ അത് ദൂരവ്യാപകമായി ചില ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. ഒരു സിസ്റ്റർ അല്പസമയം പ്രസംഗം ഞാൻ കേട്ടു. വളരെ നന്നായി ആ വചനം പ്രസംഗിച്ചു. നമ്മുടെ വാക്കുകൾ ഉപ്പിനോട് ചേർത്ത്, ലവണത്തോട് ചേർത്ത്, അതിന്റെ രുചിയോട് ചേർത്ത് അപ്രിയ സഹോദരി ഓർപ്പിച്ചല്ലോ. അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ദൈവത്തിന്റെ നാവ് പോലെ നിന്റെ നാവ് ദൈവം ഉപയോഗിക്കും എന്നാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്.
പൊട്ടച്ചൊല്ലും, കളിവാക്കും, ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ആ നാവ് കൊണ്ടല്ല സ്തോത്രം ചെയ്യാൻ ഒരുങ്ങുന്ന നാവിന് ദൈവപ്രവൃത്തി വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഇവിടെ ആ പ്രസംഗം കേട്ടു. എന്താ സംഭവിച്ചത്? രാജാവിന്റെ കൊട്ടാരം തുടങ്ങി തടവിൽ കിടക്കുന്നവൻ വരെ അനുദപിച്ചു, മൃഗങ്ങൾ വരെ ഉപവസിച്ചു, സകല മനുഷ്യ ഉപവസിച്ചു. ആ വലിയ വിഷയത്തിൽ പ്രാരവരെടുത്ത അവർ ദൈവത്തോട് നിലവിളിച്ചതിനാൽ അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞ ദൈവം അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് ആ അനർത്ഥത്തെ മാറ്റിയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് രാജ്യത്തിന്റെ പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇതാ ഒരു സമൂഹത്തിന് പ്രോബ്ലം. എസ്തേർ രാജ്ഞിയുടെ കാലത്ത് മൊർദെഖായിയുടെ വിഷയം ചൊല്ലി 6 മാസം 13-ാം തീയതി സകല യഹൂദനെ കൊന്നു മുടിക്കുവാൻ ഹാമാനെന്ന് വിട്ടാൽ മനുഷ്യൻ രാജാവിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം മുദ്രാമോദ്രം കൊണ്ട് ഒപ്പിടിച്ച് 120 സംസ്ഥാനങ്ങളിൽ മുഴുവൻ പരസ്യപ്പെടുത്തി. 6 മാസം 13-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ നേതൃത്വം പാർശ്വയുടെ നീക്കം വരാത്ത നിയമത്താൽ അക്കാര്യം സംഭവിച്ചിരിക്കും. പക്ഷേ 3 ദിവസം ഉപവസിക്കാൻ തയ്യാറായ, പ്രാർത്ഥിക്കാൻ തയ്യാറായ, അല്ല പട്ടണത്തിൽ റെട്ട് ഉടുത്തുകൊണ്ട് പട്ടണത്തിൽ പട്ടാപ്പകൽ കൈപ്പോടെ കരയാൻ മുൻപോട്ട് വന്ന മൊർദെഖായിയുടെ കണ്ണുനീര് കണ്ട ദൈവപ്രവൃത്തി അയച്ചെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു സമൂഹത്തിന്റെ മേൽ വരുന്ന ദുരന്തത്തെ മാറ്റാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. ഈ ഇടുങ്ങിയ മുറിക്കകത്ത് ദേശത്തിരുന്നു കൊണ്ട് ഇവിടെ നിലവിളിച്ചാൽ അമേരിക്ക ഇവിടെ നടക്കുമോ, ആഫ്രിക്ക ഇവിടെ നടക്കുമോ, ഓസ്ട്രേലിയ ഇവിടെ നടക്കുമോ? ഭൂമിയുടെ അറ്റം വരെ വിടുതൽ നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ. മൂന്നാമത് 2 പേർക്കൊരു പ്രോബ്ലം. സ്തോത്രം. 2 പേര് കാരായത്ത് കിടക്കുക, പൗലോസും സീലാസും. സമയം അർദ്ധരാത്രി കഴിഞ്ഞ പകലത്തെ ശുശ്രൂഷ. ഒരു ഭൂതബാധിയ സ്ത്രീയെ സൗഖ്യമാക്കിയത്. ആ സാത്താന്റെ ശക്തി അധികാരികളിലേക്ക് വ്യാപിച്ചിട്ട് അവർ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോലുകൊണ്ടടിച്ച് നിലത്തൂടെ വലിച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിന് ഉള്ളറയിൽ ആമത്തിലിട്ട് കയ്യും കാലും പൂട്ടി ആ ഘോര രാത്രി അവർ വേദനപ്പെട്ട് നിലവിളിച്ച് അലറി വിളിച്ച് പരിത്തപിച്ച് ഈ വേലയ്ക്ക് ഇറങ്ങാണ്ടായിരുന്നെന്ന് ശപിക്കേണ്ട അർദ്ധരാത്രി ഭക്തന്മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നീ ആരുടെയും പേര് പരാതി പറഞ്ഞ് നടക്കണ്ട. അവരെ എനിക്ക് ദോഷം ചെയ്തു, ഇവരെ എനിക്ക് ദോഷം ചെയ്തു, അവൾ നിമിത്ത അവൻ നിമിത്ത ഈ പരാതിപ്പെട്ടി അങ്ങ് നിർത്ത. പകരം ഇതെല്ലാം എന്റെ നന്മയ്ക്ക് ദൈവം ഒരുക്കിയ വഴി. ആ കാരാഗ്രഹത്തിൽ അകപ്പെട്ടില്ലെങ്കിൽ കാരാഗ്രഹ പ്രമാണി കുടുംബം രക്ഷിക്കപ്പെടുകയില്ല. ആ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാകുകയില്ല. ദൈവവൈതലേ, ഞാനും നീ അനുഭവിക്കുന്ന ഘട്ടത്തിന്റെ പിൻപിൽ ദൈവത്തിലെ പദ്ധതികളുണ്ട്. അടുത്ത നാൾ ഞാനൊരു സ്റ്റോറി വായിച്ചു. അമേരിക്കയിൽ ഒരു ട്രെയിൻ യാത്ര. ഒത്തിരി പേര് ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു സുവിശേഷൻ എഴുന്നേറ്റ് അവർ നടുവിൽ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ആ വചന പ്രസംഗം കേട്ട് ഒരു സ്ത്രീ ഏതാണ്ട് 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾ അലറിപ്പർ നിർത്തുന്നില്ല പ്രസംഗം, ഇവിടെ ആർക്കും കേൾക്കണ്ട. ആ വൃദ്ധനെ ശാസിച്ചു. അദ്ദേഹം പിന്നെയും പ്രസംഗം തുടർന്നു. ഈ സ്ത്രീ ഉപദ്രവിക്കും എന്ന രംഗം വന്നു. അദ്ദേഹം പോയി തന്റെ സീറ്റിൽ. പിന്നെയും തനിക്കൊരു ഇൻസ്പിറേഷൻ ലഭിച്ചു, വചനം പ്രസംഗിക്കുന്നു. അദ്ദേഹം വീണ്ടും പ്രസംഗിക്കുമ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് എന്ന് തന്റെ കയ്യിലിരുന്ന വലിയ കൊടയുടെ പിടികൊണ്ട് ആ മനുഷ്യന്റെ തലയിൽ ഒരൊറ്റ അടിയടിച്ചു. അടിച്ച് തല പൊട്ടി രക്തമൊഴുകുക. പെട്ടെന്ന് വീണ്ടും അടിക്കുവാൻ കൈ ഉയർത്തിയപ്പോൾ
ആ 7 വയസ്സുള്ള കുഞ്ഞ് അമ്മേ അടിക്കല്ലേ അമ്മേ, അമ്മേ അടിക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ആ സ്ത്രീ നിലവിളിക്കാൻ തുടങ്ങി. ആ സ്ത്രീ നിലവിളിക്കാൻ തുടങ്ങി. ആ ദൈവവൃത്തന്റെ കാൽക്കൽ പോയി വീണു. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. എല്ലാവരും നോക്കുക, ഈ സ്ത്രീക്ക് എന്നെ ഒരു നിമിഷം കൊണ്ട് ഭാവഭേദം വന്നത്. ആ സ്ത്രീ പറഞ്ഞു, 7 വയസ്സുണ്ട് എന്റെ കുഞ്ഞിന്. ഈ കുഞ്ഞ് 7 വയസ്സായി ഇതുവരെ വർത്തമാനം പറഞ്ഞിട്ടില്ല, ഊമന. ഇത് നിമിത്തം എന്റെ കുടുംബത്തുണ്ടായ കലഹം നിമിത്തം ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോക്ക. പക്ഷേ അങ്ങേ ഞാൻ ഉപദ്രവിച്ച മാത്രയിൽ എന്റെ കുഞ്ഞിന്റെ നാവിന്റെ ബന്ധനം അഴിഞ്ഞു. ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു കേട്ടോ, അടിക്കല്ലേ അമ്മേ. ആ സുവിശേഷകൻ അനുഭവിച്ച കഷ്ടം, വേദന, തന്റെ ജീവിതത്തിന്റെ ആ മുറിവ് മറ്റൊന്നിന്റെ വിടുതലിന് കാരണമാണ്. പൗലോസ് പറയുന്ന ആ വാക്കുന്നോർത്ത്, എന്റെ ബന്ധനം സുവിശേഷത്തിന്റെ പ്രസിദ്ധീകരണത്തിന് കാരണമായി. ഇന്ന് രാത്രിയിൽ നമ്മുടെ കഷ്ടങ്ങൾ സുവിശേഷത്തിന് ലാഭമായി തീരുമോ? സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിന് നന്മയായി തീരുമോ? കഷ്ടമനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പിറുപിറുക്കുകയല്ല, കഷ്ടം അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നിത്യത പ്രതിഫലം ലഭിക്കൂ. ഹല്ലേലൂയ. ഈ ആധുനിക കാലത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഷ്ടതയെ ശാസിക്കുക, കഷ്ടതയെ ശാപമായിട്ട് പറയുക, നഷ്ടമായി പറയുക. കഷ്ടത വലിയൊരു അധഭാഗ്യമാണ്, ലക്ഷണമാ. അല്ലറിയ വൈതലേ, കഷ്ടം അനുഭവിക്കാത്ത ഒരുവൻ നിത്യത തേജസ്സുണ്ടാകുകയില്ല. നോട്ടി, നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം നിത്യതേജസ്സിന്റെ ഘനമാ. കഷ്ടതയെ ശാസിക്കണ്ട, കഷ്ടതയെ വെൽക്കം ചെയ്തവനെ എന്റെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു പറഞ്ഞു, കഷ്ടം ഉണ്ട് ലോകത്തിൽ, എങ്ങനെ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 138 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ, കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കാം. ഓ, അഗ്നി ഇല്ലെങ്കിൽ 4-ാമനെ കാണുകയില്ല, ഒരു പത്മോസ് ഇല്ലെങ്കിൽ ഒരു വെളിപ്പാട് പുസ്തകം കിട്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. കന്യകാല ഭക്തന്മാർ തീച്ചൂളയ്ക്ക് സമാധാന വേദന അനുഭവിച്ചുകൊണ്ടാ ഈ സങ്കീർത്തനങ്ങൾ കിട്ടിയത്. നല്ല പാട്ടുകൾ ലഭിച്ചത്. നിന്റെ കഷ്ടത സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീരും. ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. ഇവിടെ നാം പഠിക്കേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യം, പൗലോസും ശീലാസും കാരാത്ത് കിടക്കുന്നു. സമയം അർദ്ധരാത്രി. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്റെ ചിന്ത സൗഖ്യമായി. നിങ്ങൾ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു. സുഖം അനുഭവിച്ച പാട്ട് പാടി. അവർ പാടാൻ തുടങ്ങി. അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, സ്തോത്രം, അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ഓ, പാട്ടിനും സ്തോത്രത്തിനും ആത്മീയ ആരാധനയ്ക്കും ഒക്കെ ചൈതന്യമുണ്ട് കേട്ടോ. എല്ലൊക്കെ പാട്ട് പാടുന്ന കേട്ടാൽ ഒരു പായും കൂടെ വിരിച്ചിടണം തോന്നും. അതുപോലെ ആ പാട്ട് പാടും. കൈയടിക്കുന്നത് കണ്ട കയ്യേലെ പൊടി തട്ടിക്കളയുന്നവൻ. അയ്യോ വൈതലേ, അകത്ത് ജീവനുള്ളവൻ ചൈതന്യമുണ്ട്. അവൻ പാടും, അവൻ നൃത്തം ചെയ്യും. സ്തോത്രം. ലോകപ്രകാരം ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ എവിടെ തടിച്ചുകൂടുന്ന വരുന്നെന്ന് കേട്ടാൽ 1000 തടിച്ചുകൂടി നൃത്തം ചെയ്യുക. അവിടെ അങ്ങ് ആർക്കും ഒരു നാണവുമില്ല. ചെറുപ്പക്കാർക്കായാലും ചെറുപ്പക്കാരികളാണെങ്കിലും തുള്ളുന്നതിനോ ചാടുന്നതിനോ ബഹളം വെക്കുന്നതിനോ യാതൊരു ലജ്ജയില്ല. ഹിന്ദുക്കൂസുകാർക്ക് എന്നാ ലജ്ജയെന്നറിയ പാടാൻ, എന്നെ ലജ്ജ അറിയ പ്രാർത്ഥിക്കാൻ. കുറച്ചൊരു സ്വോത്രം പറഞ്ഞ ഇന്ന് സഭയിൽ ഒരുത്തൻ ശക്തമായി സ്വോത്രം പറഞ്ഞ പെട്ടെന്ന് തല വെട്ടിച്ച് നോക്കും, ആരടാ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു. സ്തോത്രം. ഇന്ന് അനേക ആലയങ്ങളിൽ പാന്റെ കിറുകിറന്നുള്ള കറക്കം മാത്രമേ ഉള്ളൂ. പിന്നെല്ലാം ഉറക്കവും. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴി വന്നിരിക്കുക. നീ ഇങ്ങനെ പാടിയും പാടിച്ചുപിടിരിക്കും, നസ്രായൻ വന്ന് ആവശ്യമുള്ള ചേർത്തുകൊണ്ട് പോകും. ആമേൻ. പൗലോസും ശീലാസും അർദ്ധരാത്രി പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കൈമേൽന്നു
ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെയെങ്കിൽ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ബന്ധനം അഴിക്കാൻ ശക്തിയുണ്ട്. നീ 10 സ്തോത്ര ഉച്ചത്തിലെന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തെ ബന്ധിച്ച ആ വരിഞ്ഞു മുറുക്കിയ ആ രോഗബന്ധനം ഈ രാത്രി അകന്നു മാറുന്ന രാത്രിയാകും. ഒതുക്കി ഇരിക്കുന്ന കാലത്തോളം ഒരു വിടുതൽ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. കാരകത്തിന്റെ വാതിലെല്ലാം തുറന്നു. അടഞ്ഞു കിടന്ന വഴി തുറക്കാൻ, വാതിൽ തുറക്കാൻ ഇന്ന് വരെ ആ കാരകത്തിൽ നിലവിളിയും ചീത്തവിളിയും ബഹളം അലർച്ചയും ഷൗട്ടിങ്ങും അല്ലാതെ മറ്റൊന്നും അവിടെ കേട്ടിട്ടില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയാ: സാത്താൻ കുടിയിരിക്കുന്ന, പിശാച് കുടിയിരിക്കുന്ന ആ മുറിക്കകത്ത് ദൈവത്തിന്റെ വചന ശബ്ദം, ആരാധന ശബ്ദം, സ്തോത്രത്തിന്റെ ശബ്ദം, പാട്ടിന്റെ ശബ്ദം ഉയർന്നപ്പം എല്ലാ പിശാചും സ്ഥലം വിട്ടു. അവൻ പോയ കൂട്ടത്തിൽ ഓരോന്നിനെ വാതിലും തല്ലിപ്പൊളിച്ചിട്ടാ പോയത്. വചനവാക്യം ഇല്ലെങ്കിലും ഒരാശയം പറഞ്ഞു, അതെ, നീ ഇരിക്കുന്നിടത്ത് ഒരാത്മീക ചൈതന്യം വരും. ഒന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒരു 10 സ്തോത്രം എന്ന് പറഞ്ഞ് ആ മുറിയിലോട്ട് ദൈവകൃപയൊന്ന് വ്യാപിക്കട്ടെ. നിന്നിലേക്കൊരു ദൈവകൃപ വ്യാപിക്കട്ടെ. നിന്നൊരു ദൈവ സന്ദർശനം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, അവർ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം. ഒരു കാരാഗ്രഹം, റോമ കാരാഗ്രഹം, അവിടെ ഒരു വ്യക്തിക്ക് പ്രോബ്ലം. ഞാൻ ആദ്യം ഓർപ്പിച്ചത് ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്തിൽ 2 പേർക്ക് പ്രോബ്ലം. ഇനി ഒരാൾക്കൊരു പ്രോബ്ലം. എന്താ? പത്രോസിനെ ചങ്ങലയിട്ട് കാരാഗ്രഹത്തിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം അവനെ കഴുത്ത് വെട്ടിക്കളയാനാ പ്ലാൻ. തല മുറിച്ചു മാറ്റണം, കൊല്ലണം. റോമൻ കാരാഗ്രഹത്തിൽ 4 പേരുള്ള 4 ചേവകരെയാക്കി നന്നായി സൂക്ഷിച്ചിരിക്കുക. പത്രോസോ അവരെ നടുവിൽ ഉറങ്ങിയായിരുന്നു. സ്തോത്രം. പത്രോസിന് അറിയാം, എന്റെ നാഥൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൗവനത്തിൽ മരിക്കുകയില്ല, ഞാൻ വാർദ്ധക്യമായേ മരിക്കും. ആ നാഥന്റെ വാക്കിൽ ഉറപ്പുള്ള ഭക്തൻ എത്ര ധൈര്യത്തോടെ ഉറങ്ങുന്നത്. അന്ന് രാത്രിയിൽ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് പ്രാർത്ഥിച്ചെന്നല്ല കേട്ടോ, സഭയുടെ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട്. ഒരു വെളിപ്പാടകലെ മർക്കോസിന്റെ മാളിക മുറിയിൽ ഒരു സംഘം ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ശ്രദ്ധ എന്ന വാക്കിന് ഇത്താനോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുക. ഇത്താനോസ് എന്ന വാക്കിന്റെ അർത്ഥം ഗതസമന പ്രേരണ, സ്തോത്രം. അതാ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന. എന്താ ഗതസമന പ്രാർത്ഥന? രക്തം ഒഴുക്കുന്ന പ്രാർത്ഥന. നാഥൻ പ്രാർത്ഥിച്ചു മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിനായി ഇടിവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ അണയ്ക്കുമ്പോൾ മാനവരാശിയുടെ പാപത്തിന്റെ പങ്കം കലക്കി ഒഴുകുന്നത് പോലെ കേവലം വിയർപ്പ് തുള്ളിയല്ല, അവൻ രക്തം വിയർക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ പേര് ഇത്താനോസ്, ഗതസമന പ്രാർത്ഥന. പ്രാർത്ഥന വെറും ജൽപ്പനമല്ല, ഈസി പ്രേയർ അല്ല കേട്ടോ. ഇബ്രാഹിം പൗലോസ് വിളിച്ചു പറയുമ്പോൾ പുത്രനായിട്ട് പോലും അവന്റെ ഭയഭക്തിയോടുള്ള പ്രാർത്ഥന അവന് ഉത്തരം ലഭിച്ചു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രവർത്തിപ്പാൻ എന്റെ യേശു ശക്തനാണ്. ഒരു അത്ഭുതം ഇന്ന് രാത്രി നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പൗലോസും ശീലാസിനു വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം കാരാഗൃഹത്തിൽ തന്റെ ദൂതനെ അയക്കുക. ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടി പത്രോസിന്റെ ക്ഷണം കൈമേൽ ചങ്ങല അഴിഞ്ഞു വീണു. കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്.
സ്കോഫീൽഡ് എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയിരിക്കുന്നത്, ആ ചങ്ങലയുടെ ഒരു കണ്ണി, ഒരു റിങ് 1 കിലോ 850 ഗ്രാം ഭാരം വരും. അങ്ങനെ നിരവധി റിങ് ചേർത്തുണ്ടാക്കിയ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കൽ എടുത്താൽ പൊക്കാൻ കഴിയാത്ത ആ വലിയ ചങ്ങല ദേഹത്തൂടെ തലങ്ങം വിലങ്ങം ചുറ്റി വച്ചിരിക്കുക. ആ ചങ്ങലയ്ക്കൊരു കഥ പറയാനുണ്ട്. പത്രോസേ, ഞാൻ ചുറ്റിയവൻ ആരും ഭൂമിയിലില്ല. അവൻ പിന്നെ ശവപ്പറമ്പിലേ ഉള്ളൂ. നാളെ ഇതുപോലെ ഞാൻ നിന്നെ ചുറ്റിയിരിക്കുക. നാളെ ഈ ശരീരം ഡെഡ് ബോഡിയായി മാറും. പത്രോസ് പറയും, മരണത്തിന് ചങ്ങല പൊട്ടിച്ചൊരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ അത്ഭുതം ചെയ്യും. ചങ്ങലക്ക് എത്ര കനമുണ്ടായാലും, രോഗത്തിന് എത്ര പവർ ഉണ്ടായാലും, നിന്റെ പ്രശ്നത്തിന് എത്ര കട്ടി ഉണ്ടെങ്കിലും, കല്ലറ പേടിച്ച കർത്താവിന്റെ ശക്തി ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്. ദൂതൻ തട്ടിയ മാത്രയിൽ കൈമേൽ ചങ്ങല അടിഞ്ഞു. 1-ാം ഗേറ്റ് കിടന്നു, 2-ാം ഗേറ്റും കിടന്നു. ഇരുമ്പ് വാതിൽ തനിക്കെതിരെ പൂട്ടിവെച്ച അധികാരികളുടെ പൂട്ട് പൊളിച്ച് താനെ തുറന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തട്ടെ. ചോദിക്കേണ്ടത്, വൈദ്യരെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? നിലവിളിക്കാൻ തയ്യാറാമോ?